സ്നേഹിത, ഈ നിമിഷം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും, ഒരു മുറിയുടെ ഉള്ളിലായാലും, ഒരു ബസ്സിൻ്റെ സീറ്റിലായാലും, ഒരു കിടക്കയിൽ കിടന്നുകൊണ്ടായാലും, ഈ വാക്കുകൾ നിന്നെ തേടിയെത്തിയിരിക്കുന്നു. നിനക്കൊന്ന് ശ്വസിക്കാം, പതുക്കെ, ആഴമായി. ഇന്ന് നീ ഒറ്റയ്ക്കല്ല. നീ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് രാവിലെ നിൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ ഒരു ഭാരമുണ്ടായിരുന്നിരിക്കാം. ആ ഭാരത്തിന് ഒരു പേരുപോലുമില്ലായിരിക്കാം. പക്ഷേ നീ അതറിയുന്നുണ്ട്. നിൻ്റെ നെഞ്ചിൽ, നിൻ്റെ ചുമലുകളിൽ, നിൻ്റെ ചിന്തകളിൽ. ഈ പ്രാർത്ഥന ഒരു ഉപദേശമല്ല, ഒരു പ്രസംഗമല്ല, ഒരു പുസ്തക വായനയുമല്ല. ഇത് നിന്നോടൊപ്പം ഇരുന്ന്, നിൻ്റെ കൈ പിടിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് മിണ്ടുന്ന ഒരു നിമിഷമാണ്. ഇവിടെ ആരും നിന്നെ വിധിക്കുന്നില്ല. ആരും നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ആരും നിന്നെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. നിനക്ക് കരയാം, നിനക്ക് നിശബ്ദമായിരിക്കാം, നിനക്ക് കണ്ണടച്ചിരിക്കാം. ഈ നിമിഷം ദൈവം നിന്നെ കേൾക്കുന്നുണ്ട്. നിൻ്റെ മൗനം പോലും അവൻ കേൾക്കുന്നുണ്ട്. നിൻ്റെ ഉള്ളിലെ ഒരു നെടുവീർപ്പ് പോലും അവൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ല. ഈ വാക്കൊന്നുകൂടി കേൾക്കൂ. നീ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥനയിലേക്ക് നിന്നെ വിളിച്ചത് നിൻ്റെ ഭയമല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൻ നിന്നെ ഇവിടേക്ക് വഴി നടത്തിയതാണ്. ഈ നിമിഷത്തിലേക്ക്, ഈ ശ്വാസത്തിലേക്ക്, ഈ ശാന്തതയിലേക്ക്. അതുകൊണ്ട് പതുക്കെ ശ്വസിക്കൂ. നിൻ്റെ കണ്ണുകൾ, മക്കൾ അവരുടെ ലോകത്തിലാണ്. അമ്മയ്ക്കോ അച്ഛനോ ഒരു വേദനയുണ്ട്, പക്ഷെ പറയുന്നില്ല. വയസ്സായവർ ഒറ്റയ്ക്കിരിക്കുന്നു, ആരും വിളിക്കുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ ഒരു ഭയം, വാർത്തകൾ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, അപകടങ്ങൾ, രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ. ഓരോ ദിവസവും ഒരു പുതിയ ആശങ്ക. ചിലർ ചിരിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ കരയുന്നുണ്ട്. ചിലർ ശക്തരാണെന്ന് കാണിക്കുന്നു, പക്ഷേ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ണീരൊഴുക്കുന്നു. ചിലരെല്ലാം ശരിയാണെന്ന് പറയുന്നു, പക്ഷേ ഒന്നും ശരിയല്ല. കർത്താവേ, ഈ ഭാരങ്ങൾ നീ അറിയുന്നുണ്ട്. ഓരോ ഭാരവും, ഓരോ കണ്ണീരും, ഓരോ നെടുവീർപ്പും. ഞങ്ങളിപ്പോൾ ഉത്തരങ്ങൾ ചോദിക്കുന്നില്ല, പരിഹാരങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങളില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രമാത്രം: നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഈ നിമിഷത്തിൽ, ഈ ഭാരത്തിൽ, ഈ ഇരുട്ടിൽ നിൻ്റെ സാന്നിധ്യം മാത്രം മതി. കർത്താവേ, നീ ഞങ്ങളെ മറന്നിട്ടില്ല. ഞങ്ങൾ നിന്നെ കാണുന്നില്ലായിരിക്കാം, നിൻ്റെ കൈകൾ കാണുന്നില്ലായിരിക്കാം, നിൻ്റെ പ്രവൃത്തി ഇപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷേ നീ ഉണ്ട്. നീ എപ്പോഴുമുണ്ട്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഉണർന്നിരിക്കുന്നു. ഞങ്ങൾ കരയുമ്പോൾ നീ കേൾക്കുന്നു. ഞങ്ങൾ വഴിതെറ്റുമ്പോൾ നീ നോക്കി നിൽക്കുന്നു, ഞങ്ങളെ തള്ളിക്കളയാതെ. ദൈവമേ, നിൻ്റെ സംരക്ഷണത്തനത്തിന് ഒരു കാഴ്ചയില്ല, ഒരു ശബ്ദമില്ല, ഒരു അടില്ല, ഒരു അടയാളമില്ല. പക്ഷേ അതുണ്ട് ഓരോ ശ്വാസത്തിലും, ഓരോ ഹൃദയമിടിപ്പിലും, ഓരോ നിമിഷത്തിലും. നിൻ്റെ കാവൽ ഒരു മതിലല്ല, ഒരു കൈത്താങ്ങാണ്. നിൻ്റെ സംരക്ഷണം ഒരു വേലിയല്ല, ഒരു നിൻ്റെ വചനം ഞങ്ങളോട് ഇങ്ങനെ പറയുന്നു: നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ചു തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സങ്കീർത്തനങ്ങൾ 91:11. കർത്താവേ, ഈ വാക്കുകൾ ഒരു പുസ്തകത്തിൻ്റെ വരികളല്ല. ഇത് നിൻ്റെ വാഗ്ദാനമാണ് ഞങ്ങളോടുള്ള. നേരിട്ട് നീ ദൂതന്മാരോട് കൽപ്പിച്ചു ഞങ്ങളെ കാക്കാൻ, ഞങ്ങളുടെ എല്ലാ വഴികളിലും, എല്ലാ വഴികളിലും, അതായത് നല്ല വഴികളിൽ മാത്രമല്ല, ഇരുട്ടുള്ള വഴികളിലും, ഭയമുള്ള വഴികളിലും, ഞങ്ങൾ തിരഞ്ഞെടുക്കാത്ത വഴികളിലും, ഞങ്ങൾ അറിയാതെ കടന്നുപോകുന്ന വഴികളിലും. ഒരമ്മ കുഞ്ഞിനെ കിടത്തുമ്പോൾ ആ കുഞ്ഞ് അറിയുന്നില്ല അമ്മ ചുറ്റിലുണ്ടെന്ന്, പക്ഷേ അമ്മ ഉണ്ട്. അതുപോലെ നിൻ്റെ ദൂതന്മാർ ഞങ്ങളുടെ ചുറ്റിലുണ്ട്. ഞങ്ങളതറിയുന്നില്ല, പക്ഷേ അവർ ഉണ്ട്. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ദൂതൻ ഞങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൂതൻ ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു ദൂതൻ ഞങ്ങളുടെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ട്. ഈ വാഗ്ദാനം ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ഇന്നും നാളെയും ഓരോ ദിവസവും. നിൻ്റെ കൽപ്പനയാണ് ഞങ്ങളെ കാക്കുക. നിൻ്റെ ദൂതന്മാർക്ക് ഇതൊരു ഉത്തരവാണ്, ഒരു തെരഞ്ഞെടുപ്പല്ല. അവർ ഞങ്ങളെ കാക്കും, കാരണം നീ അങ്ങനെ കൽപ്പിച്ചു. കർത്താവേ, ഈ വാഗ്ദാനത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. ഈ വചനത്തിൽ ഞങ്ങൾ ശ്വസിക്കുന്നു. ഈ വാക്കുകളിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു. കർത്താവേ,
ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ അപ്രതീക്ഷിത ദുരന്തങ്ങൾ എല്ലാം ഓർക്കുമ്പോൾ ഒരു നടുക്കം. കർത്താവെ, ഈ ഓരോ കുടുംബവും നിൻ്റെ കൈകളിലാണ്. ഈ ഓരോ മനുഷ്യൻ്റെയും ജീവിതം നിൻ്റെ കണ്ണുകൾക്ക് മുന്നിലാണ്. ഒന്നും നിനക്ക് മറഞ്ഞിട്ടില്ല. ഒന്നും നിൻ്റെ കൈയെത്താത്ത ദൂരത്തല്ല. ആ അമ്മയുടെ ഭയം നീ അറിയുന്നു. ആ അച്ഛൻ്റെ ഭാരം നീ കാണുന്നു. ആ കുട്ടിയുടെ ഏകാന്തത നീ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും നിൻ്റെ കരുണയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്ന ഈ ഒരു വ്യക്തിയെ നീ അറിയുന്നു. അവരുടെ പേര് നിനക്കറിയാം. അവരുടെ വേദന നിനക്കറിയാം. അവരുടെ ഭയം നിനക്കറിയാം. ഈ വ്യക്തിയുടെ മേൽ നിൻ്റെ കൈവയ്ക്കണമേ. അവരുടെ ഹൃദയത്തിൽ ശാന്തത നൽകണമേ. അവരുടെ ചിന്തകളിൽ സമാധാനം നൽകണമേ. ഇന്നവരെന്ത് നേരിടുന്നു അതിൽ നിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ. ഇന്നവരെന്ത് ഭയപ്പെടുന്നു അതിൽ നിൻ്റെ ധൈര്യമുണ്ടാകട്ടെ. ഇന്നവരെന്ത് ഭാരം ചുമക്കുന്നു അതിൽ നിൻ്റെ കരുത്തുണ്ടാകട്ടെ. അവരുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ. മനസ്സിന് വിശ്രാന്തി നൽകണമേ. ആത്മാവിന് സമാധാനം നൽകണമേ. ഈ ദിവസം മുഴുവൻ അവരെ കാക്കണമേ. രാവിലെ മുതൽ ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയിൽ നിൻ്റെ ദൂതന്മാർ അവരുടെ എല്ലാ വഴികളിലും അവരെ കാക്കട്ടെ. കർത്താവെ, ഈ വ്യക്തിയുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ. അവരുടെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അമ്മയെ, അച്ഛനെ, സഹോദരങ്ങളെ, അടുത്ത സ്നേഹിതരെ, ഓരോരുത്തരുടെ മേലും നിൻ്റെ കാവലുണ്ടാകട്ടെ. ദൂരെ ഒരു ദുരന്തം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിക്കണമേ. ഞങ്ങൾ കാണാത്ത കെണികളുണ്ട്. ഞങ്ങളറിയാത്ത ഭീഷണികളുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുണ്ട്. ഓരോന്നിലും നിൻ്റെ കൈ ഉണ്ടാകട്ടെ. ഓരോന്നിലും നിൻ്റെ ദൂതന്മാർ മുന്നേ പോകട്ടെ. ഓരോന്നിലും നിൻ്റെ വെളിച്ചം വഴി കാട്ടട്ടെ. ഇന്ന്, നാളെ, എല്ലാ ദിവസവും. കർത്താവെ, ചില ഭയങ്ങൾക്ക് പേരില്ല. ചില വേദനകൾക്ക് വാക്കുകളില്ല. ചില ഭാരങ്ങൾ ആരോടും പറയാൻ കഴിയുന്നില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന ചിലർ ഇപ്പോൾ ഒരു ഭയത്തോടെ ഇരിക്കുന്നു. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു അസ്വസ്ഥത, ഒരു ഇരുട്ട്, ഒരു ഭാരം നെഞ്ചിൽ, ഒരു ശൂന്യത ഉള്ളിൽ. കർത്താവെ, ഈ ഭയങ്ങൾക്ക് പേരില്ലായിരിക്കാം. പക്ഷേ നീ അവ അറിയുന്നു. ഓരോന്നിൻ്റെയും വേര്, ഓരോന്നിൻ്റെയും ആഴം. ഈ ഭയങ്ങളുടെ മേൽ നിൻ്റെ സമാധാനം വരട്ടെ. ഈ ഇരുട്ടിൽ നിൻ്റെ വെളിച്ചം വരട്ടെ. ഈ ശൂന്യതയിൽ നിൻ്റെ സാന്നിധ്യം നിറയട്ടെ. ഞങ്ങൾ പറയാത്തത് നീ കേൾക്കുന്നു. ഞങ്ങൾ കാണിക്കാത്തത് നീ കാണുന്നു. ഞങ്ങൾ മറയ്ക്കുന്നത് നിനക്ക് മറഞ്ഞിട്ടില്ല. ഈ നിമിഷത്തിൽ ആ ഭയങ്ങളെ നിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോന്നും ഒന്നൊന്നായി, നിശബ്ദമായി. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മേൽ ദയ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മേൽ ശാന്തി ഉണ്ടാകട്ടെ. സ്നേഹിത, ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ചാനലിൽ ഓരോ ദിവസവും ഒരു പ്രാർത്ഥനയുണ്ട്. രാവിലെ ഒന്ന്, രാത്രി ഒന്ന്. ഓരോന്നും നിനക്ക് വേണ്ടി. ഈ പ്രാർത്ഥന നിനക്കൊരു ഒരു പുതിയ ബലമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രതീക്ഷയുണ്ടാകട്ടെ. കർത്താവെ, നന്ദി ഈ നിമിഷത്തിന്, ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ശ്വാസത്തിന്. നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഒരു അത്ഭുത വാഗ്ദാനമല്ല, ഒരു ശാപനിവാരണമല്ല. ദൈവത്തോടുള്ള ഒരു ശാന്തമായ സംഭാഷണമാണ്.